നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഒടുവില് സ്റ്റാലിൽ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ജലന്റെ അരിയെ വന്ന് നിൽക്കുവാണ്. ഇതുവരെ ആയിട്ടും അലീന മനുഷ്യങ്ങളുടെ യാത്ര അയച്ചിട്ട് മുറിയിലേക്ക് കയറി വന്നിട്ടില്ല. അവൾ അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടു. ഒരു നിമിഷം സ്റ്റാലിൻ ഇങ്ങനെ ആലോചിച്ചു, അവൾക്ക് അവനുമായിട്ട് എന്തോ ഒരു ആത്മബന്ധമുണ്ട്, എന്തായിരിക്കും അത് എന്നൊക്കെ ഒരു ചിന്ത മനസ്സിലായി പിടികൂടുന്നുണ്ട്. കാരണം അവൻ പോയതിനു ശേഷവും അവള് സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവത് കുടിച്ചാൻ അവിടേക്ക് കയറി വന്നു. അപ്പോഴേക്കും സ്റ്റാലിൻ അവത് കുടിച്ചാനോട് മനുശങ്കർ അലീനയെ കാണാൻ വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചു. അപ്പോഴേക്കും അവത് കുടിച്ചാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ലട മോനെ, അത് ഞാൻ എങ്ങനെ അറിയാനാ, പിന്നെ പ്രത്യേകിച്ച് കാരണമൊന്നും അവൾ എന്നോട് പറഞ്ഞതുമില്ല. അവത് കുടിച്ചാനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ലല്ലോ. അല്ല, അവളെ സംബന്ധിച്ച വിവരങ്ങളെല്ലാം അവനറിയാവോ? ഞാനാണ് അലീനയുടെ പപ്പയെന്നും അവളുടെ അമ്മ മേനോന്റെ ഭാര്യയാണെന്നും ഒക്കെ അത് അലീനയോട് തന്നെ ചോദിക്കണം. മേനോൻ എന്നോട് പറഞ്ഞ് അലീനയെ പറ്റിയുള്ള യാഥാർത്ഥ്യം അയാൾക്ക് മാത്രം അറിയാവുന്നതാണ്. ചിലപ്പോ ശരിയായിരിക്കൂടാ, അങ്ങനെ ആവാനും വഴിയുണ്ട്. എങ്കിൽ ആ ചെറുപ്പക്കാരന് എന്തിനാ അലീനെ അന്വേഷിച്ചു വന്നത്? അവനെ സംബന്ധിച്ചിടത്തോളം അവൾ മേനോന്റെ വീട്ടിലെ സെർവന്റ് മാത്രമല്ലായിരുന്നോ? ജോലിയിൽ നിന്ന് പിരിഞ്ഞുപോയ സെർവന്റിന്റെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് പുറകെ ചെല്ലണമെങ്കിൽ അതിന് തക്കതായി എന്തെങ്കിലും കാരണം കാണത്തില്ലേ അപ്പച്ച? ഓ, അത് ശരിയാടാ. വീട്ടുവേലയ്ക്ക് നിന്ന ഒരു പെണ്ണിനെ അന്വേഷിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. അവന്റെ വീട്ടിലല്ല അലീനയെ ജോലിക്ക് നിന്നതും. അതും നമ്മളൊന്ന് ആലോചിക്കണം. അല്ല, അപ്പച്ചന് എന്ത് തോന്നി? കാരണം സ്റ്റാലിലേക്ക് 100 സംശയങ്ങളാ. മനുശങ്കർ വന്നതിന്റെ കാരണം, അലീനയെ കാണാൻ വന്നതിന്റെ കാരണം എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. 1-2 നിമിഷം കഴിഞ്ഞിട്ടാണ് അവത് കുടിച്ചാൻ അതിന് മറുപടി പറയണേ. അതെ, അവര് തമ്മിൽ നല്ല പരിചയത്തിലാ. അവൻ വന്നേ അവൾക്ക് വലിയ സന്തോഷമായി. വീട്ടിൽ നിന്ന് വേലക്കാരിയോട് പെരുമാറുന്ന പോലൊന്നും അല്ലായിരുന്നു അവന്. ഒപ്പത്തിനൊപ്പമുള്ള കൂട്ടുകാരെ പോലെ അന്തസ്സുള്ള പെരുമാറ്റമൊക്കെ ആയിട്ടാ എനിക്ക് തോന്നിയത്. അല്ല, ഇനിയിപ്പം മേനോൻ പറഞ്ഞയച്ചൊന്നും അല്ലല്ലോ അവനെ, ആണോ? അല്ലെന്ന് തോന്നുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, അവളോട് തന്നെ ചോദിക്കാം. പതുക്കെ മതി. അവൻ മേനോന്റെ ആരാണെന്നാ പറഞ്ഞേ? അത് മേനോന്റെ ഭാര്യയുടെ ആങ്ങളയുടെ മകന് എങ്ങാണ്ട്, അങ്ങനെ ഒരു ബന്ധമാ പറഞ്ഞത്. മേനോൻ അവളെ കാണാൻ വരുന്നതിൽ നമുക്ക് തെറ്റു പറയാനൊന്നും പറ്റില്ല. പക്ഷെ മറ്റു ബന്ധങ്ങളൊന്നും വേണ്ട. 2 വെള്ളത്തിൽ കാല് വയ്ക്കുന്ന വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. അവസാനം മുറിക്കേണ്ടതൊക്കെ ആദ്യം തന്നെ അങ്ങോട്ട് മുറിച്ചു മാറ്റിയേക്കണം. അതെ, പാലായിൽ നിന്ന് അവൾക്ക് അധികം ബന്ധങ്ങളും അവകാശങ്ങളൊന്നും ഇനി വേണ്ട. എന്റെ ലാലിച്ച, അവൾ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. നമ്മളെക്കാൾ കാര്യവിവരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ അപ്പച്ച, പക്ഷെ നമ്മൾ പറയാനുള്ളത് നമ്മൾ അവളോട് പറയണം. ഏതായാലും നീ ഇത് പറയണ്ട, നിനക്ക് സംസാരിക്കാനൊന്നും അറിയില്ല. അത് കുടിച്ചാൻ അറിയാം. സ്റ്റാൻലി പറയാൻ പോയിട്ടുണ്ടെങ്കിൽ ഒടുവിൽ അത് പ്രശ്നമാവുന്നുള്ള കാര്യം. അപ്പോഴേക്കും സ്റ്റാൻലി തല ധരിച്ച് അവത് കുടിച്ചാൻ നോക്കി. അവളുടെ മുന്നിൽ നീ തോറ്റു പോകുന്നാ പറഞ്ഞ. അവത് കുടിച്ചാൻ വീണ്ടും പറഞ്ഞു. കാരണം എന്തേലും പറഞ്ഞ് അലീനയുടെ അടുത്ത് എന്നിട്ടുണ്ടെങ്കിൽ അലീന അതിന് തക്കതായ മറുപടി കൊടുക്കും. അത് മർമ്മത്തെ തന്നെ കൊള്ളുകയും ചെയ്യും. അതറിയാവുന്നതുകൊണ്ടാണ് അവത് കുടിച്ചാൻ സ്റ്റാലിയോട് അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ അലീനയുമായിട്ട് അവധി കുടിച്ചാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ചിരിക്കുമ്പോഴത്തേനും അവധി കുടിച്ചാൻ ഒന്നും അറിയത്തില്ലാത്ത വിളിച്ചു ചോദിച്ചു, അല്ല ആ ചെറുക്കനെ മേനോൻ പറഞ്ഞു വിട്ടായിരിക്കും മോളെ നിന്റെ ക്ഷേമമൊക്കെ ഒന്ന് അന്വേഷിച്ചു വരാനായിട്ട്? അല്ല വല്യപ്പച്ച, മനുവേണ്ട എന്നെ കാണാൻ വേണ്ടി മാത്രം വന്ന. നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? അവൻ വേറൊരു വീട്ടിലല്ലേ. പോരാത്തേന് അവൻ നേരത്തെ ബാംഗ്ലൂർ ജോലിയായിരുന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ എറണാകുളത്താണ്ടൊക്കെയെന്നല്ലേ പറഞ്ഞേ? അതെ, കൊല്ലപ്പള്ളിയിലെ മനുവേട്ടന്റെ വീട്. എന്നാലും എറണാകുളത്ത് നിന്ന് വന്നു കഴിയുമ്പം കടപ്പാട്ടിൽ വീട്ടിൽ വരും. അച്ഛനുമായിട്ട് വലിയ കൂട്ടാ മനുവേട്ടൻ. മനുശങ്കരനെ കുറിച്ച് പറയുമ്പോഴേ അവളുടെ കണ്ണിലുണ്ടാകുന്ന ആ തിളക്കം, അത് പ്രത്യേകം അവധി കുടിച്ചാൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, നീ അവിടെ വെറും വീട്ടുവേലക്കാരി അല്ലായിരുന്നോ മോളെ? അതെ, അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്നാലും മനുവേണ്ട എന്നോട് അങ്ങനെയൊന്നും അല്ല പെരുമാറിയിട്ടുള്ളേ. എനിക്ക് ആ വീട്ടിൽ വെച്ച് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം മനുവേണ്ട എനിക്ക് വേണ്ട പിന്തുണ എന്നത്. ഇല്ലെങ്കിൽ എനിക്ക് അവിടെ പിടിച്ചു വെക്കാൻ പറ്റില്ലായിരുന്നു. സ്വന്തം അമ്മയും സഹോദരങ്ങളും എല്ലാം ശത്രുക്കളെ പോലെ ഇന്ന് പോരാടി കഴിയുമ്പോൾ നമ്മുടെ ഭക്ഷത്ത് ആരെങ്കിലും ഒരാളുള്ളത് അത് എത്ര വലിയ ആശ്വാസമാണെന്ന് വല്യപ്പച്ചന് അറിയാവോ? അല്ല, അവനറിയാവോ മോളെ നീ ആരാണെന്ന്? കുറച്ച് സമയമെടുത്തു അലീന അതിന് മറുപടി പറയാനായിട്ട്. അറിയാം. എങ്ങനെ? അത് മേനോൻ പറഞ്ഞു കൊടുത്താണോ? അല്ല, എങ്ങനെയൊക്കെയോ അറിഞ്ഞു. എന്റെ കാര്യത്തിലുള്ള താല്പര്യം കൊണ്ടായിരിക്കും. അല്ല, അത് കുറിച്ചാൻ അങ്ങ് സംശയം മാറുന്നില്ല. ഈ താല്പര്യം എന്ന് വെച്ചാ എങ്ങനെയുള്ള താല്പര്യ? അവൻ വലുതും പറഞ്ഞിട്ടാണ് നിന്റെ അടുത്ത്. ഒരു നിമിഷം അലീന ഒന്ന് മറുപടി പറയാൻ സമയമെടുത്തു. അതെ, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള ഇഷ്ടമാ? കല്യാണം കഴിക്കാനാ? അവത് കുടിച്ചാനൊന്ന് മൂളി.
അല്ല, ലാലിച്ചിന് എസ്റ്റേറ്റും ബംഗ്ലാവും ഒക്കെ ഉണ്ടെന്ന് അവൻ അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ? അലീന മുഖം തിരിച്ച് അവതക്കുടിച്ചാനെ ഒന്ന് നോക്കി. എനിക്ക് പോലും വേണ്ടല്ലോ വല്യപ്പച്ച ഈ എസ്റ്റേറ്റും ബംഗ്ലാവും. അതെ, ഒരു ഇത്തിരി സ്നേഹം ഞാൻ ഇവിടുന്ന് പ്രതീക്ഷിച്ചിട്ടുള്ളൂ, അല്ലാതെ ഈ എസ്റ്റേറ്റും ബംഗ്ലാവും ഒന്നും പ്രതീക്ഷിച്ച് വന്നതല്ല ഞാൻ. അവതക്കുടിച്ചാന് ചെറിയൊരു കുറച്ചിൽ തോന്നി. വേണ്ടിയിരുന്നില്ല, പറയേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത. അതെ, ഞാൻ ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുത് മോളെ. അവൻ ഇങ്ങോട്ട് മാത്രമുള്ളോ അതോ നിനക്ക് അങ്ങോട്ടും ഉണ്ടോ? അലീനയുടെ കണ്ണുകളിൽ ചെറുതായിട്ടൊരു നനവൊക്കെ ഒരു ഇച്ചിരി സങ്കടം വരുന്നുണ്ടായിരുന്നു. അവള് പെട്ടെന്ന് മൂളി, അല്ല അവനോട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. നീ വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്ത് ചെയ്യും നീയ? എനിക്കറിയില്ല വല്യപ്പച്ച. ഞാൻ കുറെ തടഞ്ഞു നോക്കി. എന്നെ ഒരു പെങ്ങളായിട്ട് മാത്രം കാണുന്ന പറഞ്ഞു കരഞ്ഞൊക്കെ നോക്കി. പക്ഷെ അവസാനം എനിക്ക് മനസ്സിലായി ഞാനാണ് കള്ളി. ആദ്യം എന്റെ മനസ്സിൽ നിന്ന് മായച്ചു കളഞ്ഞിട്ട് വേണ്ടേ ഞാൻ മറ്റൊരാളെ തിരുത്താൻ വേണ്ടിയിട്ട്. കാരണം എന്റെ മനസ്സിൽ മനുവേട്ടനുണ്ട്. അത് കേട്ട് ഇനിയിപ്പോ അവതക്കുടിച്ചാനാണ് ശരിക്കും ഒന്ന് ഞെട്ടിയത്. മോളെ, നീ ആദ്യം പറഞ്ഞല്ലേ ശരി. നമ്മൾ ക്രിസ്ത്യാനികൾക്ക് അമ്മയുടെ ആംഗ്ലയുടെ മോൻ എന്നൊക്കെ പറയുമ്പോ ആംഗ്ലയെ പോലെയല്ലേ? നീ അങ്ങനെ എന്നെ വേണ്ട കരുതാനായിട്ട്. ഞാൻ അങ്ങനെയൊക്കെ ആദ്യം കരുതിയത്. പക്ഷെ ഇപ്പം എനിക്ക് എന്താ പറ്റിയെന്ന് പോലും അറിയില്ല. അലീന തന്റെ നിസ്സഹായത അവിടെ വെളിപ്പെടുത്തുവാണ്. ഓ, അവൻ നിന്നെ വശീകരിച്ച് കാണും. സംശയം എന്താ? അതൊന്നുമില്ല വല്യപ്പച്ച. ദൈവത്തിന്റെ ഇഷ്ടം അതെന്താ വെച്ചാൽ അതങ്ങ് നടക്കട്ടെ. ഒരനാഥാലയത്തിലെ ഇരുട്ടത്ത് കിടന്ന് എന്നെ ഇവിടം വരെ എത്തിച്ചില്ലേ ദൈവം. ഇനി എന്റെ കൈ പിടിച്ച് വഴി നടത്തും. എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട്. അതെ, ദൈവം തമ്പുരാൻ ഇതിലൊന്നും ഒരു കഴിവില്ല മോളെ. ഈ ഭൂമിയിലെ കാര്യങ്ങൾ വേണ്ട പോലെ നോക്കി നടത്താൻ പുള്ളിക്കാരന് അറിയാൻ മേലഞ്ഞിട്ടാണോ ഇവിടെ ഇത്രയും കുഴപ്പങ്ങള്? എങ്ങോ ഒരു ഉടുമ്പ് കടി പോലും ഇല്ലാത്ത വിധത്തില് നല്ല വൃത്തിയായിട്ട് കൈകാര്യം ചെയ്യാൻ പുള്ളിക്കാരനെ കൊണ്ട് പറ്റും. പിന്നെ എന്തുകൊണ്ടാ ചെയ്യാത്തെ? ഇത് ചെകുത്താനും ശ്രീധനമായിട്ട് കൊടുത്ത സ്ഥലമാ. ഇതിനകത്ത് അവിടെ ഇവിടെ കൈയിട്ട് വാരാനൊന്നും പുള്ളിക്കാരന് കഴിയല്ലെന്നേ. ഇവിടുത്തെ പരീക്ഷയൊക്കെ പാസ്സായിട്ട് അങ്ങോട്ട് ചെന്നാൽ സമാധാനമായിട്ട് ഇരിക്കാനുള്ള സ്ഥലം കൊടുക്കും. അത്ര മാത്രമേ ഉള്ളൂ. അവതക്കുടിച്ചാന്റെ വിശാലനം എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തിനും അലീനക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അലീന ചിരിച്ചു. അതെ, ചിരിക്കാനൊന്നും പറഞ്ഞല്ല കേട്ടോ ഞാനോ. അവതക്കുടിച്ചാൻ ഇച്ചിരി കാര്യ ഗൗരവത്തോടെ അങ്ങോട്ട് പറഞ്ഞു. അതുകൊണ്ട് നിന്റെ മനസ്സിൽ വല്ലതും തോന്നിയിട്ടുണ്ടെങ്കിലേ എപ്പോഴും അതങ്ങോട്ട് നുള്ളിക്കളഞ്ഞേക്കണം. പിന്നെ എങ്ങാനും കളയാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മളെ മനസ്സിൽ അതങ്ങോട്ട് പടർന്ന് പന്തലിച്ച് വലിയൊരു മരമായിട്ട് അങ്ങോട്ട് വളരും. പിന്നെ അത് മുറിക്കണമെങ്കിൽ അറക്കവാള് വേണം, കോടാലി വേണം, വെട്ടരിവാള് വേണം. എന്തിനാ വെറുതെ ഒരു വയ്യാവേലി? അലീന ഒന്നും മിണ്ടിയില്ല. അലീന കുറച്ച് സമയം മൗനമായിട്ട് ഇരിക്കണം. അപ്പോഴേക്കും അത് കുടിച്ചാൻ ഒന്നുകൂടെ ഉത്സാഹത്തോടെ പറഞ്ഞു, അത് മാത്രമല്ല മോളെ, നീ ഒരു ക്രിസ്ത്യാനിയായിട്ട് വളർന്നവളാ. ലാലിച്ചന്റെ മോളാ. ലാലിച്ചനാണെങ്കിൽ നല്ല ഒന്നാന്തരം ക്രിസ്ത്യാനിയല്ലേ? അതെ, ബ്രിജിത്താമ്മി എന്നെ ഒരു ക്രിസ്ത്യാനിയെ വളർത്തിയത് എന്റെ ഒരു പപ്പ ഒരു ക്രിസ്ത്യാനി കൊണ്ടല്ല. രേവതിക്കുട്ടി ഒരു ഹിന്ദുവായി വളർത്തിയത് അവളുടെ അച്ഛൻ ഒരു ഹിന്ദു ആയതുകൊണ്ടല്ല. പരസ്പരം സ്നേഹിക്കുന്ന മനുഷ്യർക്കിടയിൽ മതങ്ങൾ ഒരു തടസ്സമാവില്ല എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ. രാത്രിയിലൊക്കെ രേവതിക്കുട്ടി എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ കൈമടക്ക് തല വെച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ അവളൊരു ഹിന്ദുവാണെന്നോ ഞാനൊരു ക്രിസ്ത്യാനിയാണെന്നോ ഞാൻ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ച മക്കളാണെന്നേ തോന്നിയിട്ടുള്ളൂ. താൻ മൂർച്ഛിച്ചുകൊണ്ടുവന്ന ആയുധങ്ങളെല്ലാം മുനയൊടിയുവാണെന്ന് അവതക്കുടിച്ചായന് മനസ്സിലായി. കാരണം ഇവളോട് തർക്കിച്ചൊന്നും ജയിക്കാൻ പറ്റില്ല. ഒരു കാര്യം പറഞ്ഞ് അങ്ങനെ പെട്ടെന്നൊന്നും നേടിയെടുക്കാനും പറ്റില്ല. ഇതെല്ലാം ഞാൻ മനുവേട്ടനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിർത്തുന്ന ന്യായവാദങ്ങളാന്ന് വിചാരിക്കില്ല വല്യപ്പച്ച. വല്യപ്പച്ചൻ ചോദിച്ചപ്പോ എനിക്ക് വേണമെങ്കിൽ ചെറിയൊരു നുണ പറയായിരുന്നു. പക്ഷെ പറഞ്ഞില്ലല്ലോ. മനുവേട്ടനെ എനിക്കിഷ്ടമാണ്. കടപ്പാട്ട് വീട്ടിൽ ഞാൻ വെറും ഒരു വീട്ടുവയലക്കാരിയായി നിന്ന സമയത്തെ എന്നെപ്പറ്റി ഒന്നും അറിയാതെ എന്നോട് അലിവ് സ്നേഹവും കാണിച്ചിട്ടുള്ള മനുഷ്യനാണ് മനുവേട്ടന്. ഒന്നും പ്രതീക്ഷയുണ്ടായിരുന്നില്ലെന്ന് എനിക്കറിയാം. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല വല്യപ്പച്ച. പക്ഷെ കല്യാണത്തെ പറ്റി ഒന്നും ഞാനിതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ല. അതൊക്കെ വരുന്ന പോലെ വരട്ടെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അവതക്കുടിച്ചായൻ പറഞ്ഞു, അല്ല മോളെ, ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അവതക്കുടിച്ചായന് തന്നെ ഒരു കുറിച്ചിൽ തോന്നി. വേണ്ടിയിരുന്നില്ല. കാരണം ഇവളുടെ ഓരോ വാക്കുകളും മുനയുള്ളതാണ്. ഇവള് പറയുന്ന ഓരോന്നിനും അതിൻ്റെതായ അർത്ഥങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനിയിപ്പം പാവം ഇവളോട് തർക്കിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ എന്നൊരു ചിന്തയോടുകൂടി അവതക്കുടിച്ചാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. പിന്നീട് നീണ്ട ഒരു ടൂർ കഴിഞ്ഞ് മാമച്ചനും ഗ്രേസമ്മയും ബോബിയും സാന്തയും രേവതിക്കുട്ടിയെല്ലാം പാലാരി ഇവിടത്തേക്ക് വരുവാണ്. വീട്ടിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നു രേവതിക്കുട്ടിക്ക്. ഒരു 1-2 ആഴ്ചയായിട്ട് വീട്ടിലായിരുന്നു. എല്ലാവരും ടൂറായിരുന്നല്ലോ. അങ്ങനെ കുറെ സമയം കൊണ്ട് ഒരു 7 മണി തൊട്ട് 9 മണി ആയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് രേവതിക്കുട്ടി വീടെല്ലാം ഒരു വിധത്തിൽ ഒന്ന് തൂത്തുടച്ചെന്ന് വൃത്തിയാക്കിയത്. സാന്ദ്രയും ഗ്രേസമ്മയും ഒക്കെ സഹായിക്കാനായിട്ട് വന്നെങ്കിലും അവര്
അവരോട് അവള് പറഞ്ഞു, അതെ വല്ലയിടത്തും പോയി അടങ്ങി ഒതുങ്ങി ഇരുന്നാട്ടെ. ആന്റിക്ക് ഒന്നാമത്തെ കാര്യം പൊടി അലർജിയാ. സാന്ദ്ര വെച്ച് ഒന്നും ചെയ്യാൻ വേണ്ട. ഇവിടെ എന്തൊക്കെയാ ചെയ്യേണ്ടതും അത് എന്തെങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ എനിക്കറിയാന്ന് പറഞ്ഞു. ഓ എന്ന് പറഞ്ഞാല് അവളുടെ അപ്പൂപ്പൻ അവൾക്ക് സ്പെഷ്യലായിട്ട് വെച്ച് കൊടുത്ത വീടിലേന്ന് മാമച്ചൻ പരിഹസിച്ചു. രേവതിക്കുട്ടി കയറുന്ന ചൂട് താഴെ ഇട്ടിട്ട് എളിക്ക് കൈ കൊത്തിന്ന് മാമച്ചനെ ഒന്ന് നോക്കി. മാമച്ചൻ താനൊന്നും പറഞ്ഞിട്ടില്ലേ, താനൊന്നും നാട്ടുകാരന്റെ അല്ല എന്ന മട്ടില്ല മൂളിപ്പാട്ടും പാടി അങ്ങോട്ട് പോയി. ഒരു 9 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോ ബോയ് പുറത്തു പോയി ഹോട്ടലിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചോണ്ട് വന്നു. അങ്ങനെ ഭക്ഷണത്തിന് ശേഷം രേവതിക്കുട്ടി മാമച്ചനും ഗ്രേസമ്മയ്ക്കും വേണ്ട മരുന്നുകളൊക്കെ എടുത്തു കൊടുത്തു. 1-2 ആഴ്ചയായിട്ട് യാത്രയായതുകൊണ്ട് ഭക്ഷണക്രമത്തിൽ ചില അയവുകളും കാര്യങ്ങളൊക്കെ രേവതിക്കുട്ടി വരുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാമച്ചന്റെ ഷുഗറും പ്രഷറും എല്ലാം കുറച്ചധികം കൂടിയിട്ടുണ്ടായിരുന്നു. ഗ്രേസമ്മയ്ക്കാണെങ്കിലോ ശാരീരികമായിട്ട് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു താനും. ഒടുവില് രേവതിക്കുട്ടി ഗ്രേസമ്മയെ പതിപ്പിച്ച് കിടത്തി. കവളത്തൊരു ഉമ്മയും കൊടുത്തിട്ട് രേവതിക്കുട്ടി പറഞ്ഞു, അതെ സുഖമായിട്ട് ഉറങ്ങിയ ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗ്രേസമ്മ കൈ നീട്ടി അവളുടെ നെറ്റി വാത്സ്യത്തോടെ തലോടിക്കൊണ്ട് ചോദിച്ചു, നീ മടുത്തോ, ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറഞ്ഞു. രേവതിക്കുട്ടി പുഞ്ചിരിയോടെ ഒന്ന് കണ്ണടച്ച് കാണിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോന്നു. അങ്ങനെ മുറിയിലെത്തി കിടക്ക ഇരിക്കുമ്പോഴാണ് വാതിലൊരു ചെറിയ മുട്ട് കേട്ടത്. ആരാന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് കഥ തുറന്നു കഴിഞ്ഞപ്പോ ബോബിയായിരുന്നു. എന്താ ബോബിച്ചായ? ഒന്നില്ല, ഗുഡ് നൈറ്റ് പറഞ്ഞേക്കാന്ന് വെച്ച് വന്നതാ. ഓ ഓക്കെ, ഗുഡ് നൈറ്റ് ആൻഡ് സീ ഡ്രീംസ്. അതെ ഇന്ന് സീ ഡ്രീംസ് കാണാനൊന്നും നേരമില്ല, ഉള്ള സമയം മുഴുവൻ ഉറങ്ങിയാൽ മതി. അവളൊരു ചെറിയ ചിരിയോട് പറഞ്ഞു. ഓക്കെ ശരി, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ലെന്നും പറഞ്ഞോണ്ട് അയാളങ്ങോട്ട് പോയി. രേവതിക്കുട്ടി വാതിൽ ബോൾട്ട് ഇട്ട ശേഷം വന്ന് ബെഡിലേക്ക് അങ്ങോട്ട് വീണു. കമിഴ്ന്ന് കിടന്നുകൊണ്ട് മൊബൈൽ എടുത്ത് 2-3 തവണ പ്രസ് ചെയ്ത് നോക്കി. 2-3 തവണ ശ്രമിച്ചിട്ടും ലൈൻ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യത്തോടെ പിറുപിറുക്കുക. ഇയാൾ എവിടെ പോയി കിടക്കണോ, എപ്പോഴും നോട്ട് റീച്ചബിള്. അവൾ അടുത്ത നമ്പർ ഡയൽ ചെയ്തു. അപ്പോഴേക്ക് അങ്ങേ തലകെ കോൾ എടുത്തു. ഹലീനയുടെ ശബ്ദം. ഹലീന ചേച്ചി ഉറങ്ങിയായിരുന്നോ? ഇല്ല. നീ എത്തിയോ? സന്ധ്യക്ക് അങ്കിളും ആന്റി എന്തിയേ? അവരൊക്കെ കിടന്നു ചേച്ചി. ഞാൻ രോഹിതനെ വിളിച്ചു നോക്കി, കിട്ടുന്നില്ല. ഓഹോ, അപ്പൊ നീ ആദ്യം രോഹിത്തിനെ വിളിച്ചില്ലേ, എന്നെയല്ല. അതെ, ഒരു ഗുഡ് നൈറ്റ് ആദ്യമേ പറഞ്ഞേക്കാന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച് തീരുമ്പത്തേനും നേരം വിളിക്കില്ലേ എന്ന് പറഞ്ഞു. നോക്കണേ അസൂയ, അത് പറഞ്ഞു കഴിഞ്ഞപ്പം. അസൂയാണോടി, നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം സൂക്ഷിക്കുന്നത് കേൾക്കുമ്പോ സന്തോഷമല്ലേ എനിക്കുള്ളൂ. അല്ല ചേച്ചി വിളിക്കാറുണ്ടോ? മിക്കവാറും എല്ലാ ദിവസം തന്നെ വിളിക്കും. അച്ഛനെയും വിളിക്കും. നിനക്കൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഈയിടെ വിളിച്ചപ്പോഴും നിന്നെ പറ്റി ചോദിച്ചു. ഞാൻ ഭയങ്കര ബിസി അല്ലായിരുന്നോ? അനിയൻ ചേച്ചി വേണ്ടേ അതെല്ലാം പറയാനായിട്ട്? ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ സുഖവാസ സ്ഥലങ്ങളിൽ കൂടെ കറങ്ങി നടക്കുവാണെന്ന്. അല്ല നിന്റെ കൂടെ ഉണ്ടായിരുന്ന ബോബിച്ചായനും സാന്ദ്രയൊക്കെ പോയ കൂത്താട്ടോളത്തിന്, അതോ ഇപ്പോഴും കൂടെ തന്നെ ഉണ്ടോ? അവരിവിടെ ഉണ്ടെന്നേ. നാളെ കൂത്താട്ടോളത്തിന് പോകത്തുള്ളൂ. എന്റെ അലീന ചേച്ചി, ഈ ബോബിച്ചാൻ എന്നാ തമാശക്കാരനാണെന്നറിയോ? നമുക്ക് എപ്പോഴും ചിരിക്കാനേ നേരമുള്ളൂ. ഒരു ദിവസം ചിരിച്ച് എന്റെ പൊന്നെ ശ്വാസം പോലും കിട്ടാത്തൊരവസ്ഥയായിപ്പോയി. ആന്റി ഒന്ന് പുറമ്പ് തിരുമ്പി തന്നിട്ടാ ശ്വാസം നേരെയായത്. അല്ല തമ്മിൽ ആരാ മൂത്ത്, സാന്ദ്രയാണോ ബോബിച്ചാനാണോ? കണ്ടാ തോന്നുന്നു സാന്ദ്രേച്ചിയാണെന്ന്, പക്ഷെ ബോബിച്ചാന്റെ ഇളയതാ. ഓ ആന്റിയുടെ ആംഗ്ലയുടെ മക്കളല്ലേ? അങ്ങനെയല്ലേ നീ പറഞ്ഞത്? ഓ ഈ അലീന ചേച്ചിയുടെ കാര്യം, അങ്കിളിന്റെ പെങ്ങടെ മക്കളാ നീ. ബോബിച്ച സൗദിയിലെ ജോലി ചെയ്യുന്ന. സാന്ദ്രേച്ചി ആണെങ്കിൽ BSc നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ? ഓ സോറി, ഞാൻ അതങ്ങോട്ട് മറന്നുപോയി. ഇനി ഞാൻ ഓർത്തിരുന്നോളാം. പറ വിശേഷങ്ങൾ പറ, കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രേവതി പോയ ടൂറിനെ കുറിച്ചുള്ള ഒരു യാത്രാ വിവരണം തന്നെ നടത്തുവാണ്. അങ്ങനെ സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു. ഒടുവില് അവൾ അലീനയോട് പറഞ്ഞു, ഇനി അലീന ചേച്ചിയുടെ കാര്യങ്ങൾ പറ. പപ്പായായിട്ടുള്ള നല്ലപോലെ ഇണങ്ങിയോ? എന്താ രണ്ടുപേരും കൂടെ വഴക്കൊക്കെയാണോ? അതിനെക്കുറിച്ച് അറിയാനായിട്ട് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു. നല്ലപോലെ ഇണങ്ങിയൊന്നും പറയാറായിട്ടില്ല, എന്നാലും എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കര ദേഷ്യക്കാരനാണ് മോളെ, അടുത്ത് ചെല്ലാൻ പോലും പേടിയാ എല്ലാവർക്കും. പക്ഷെ ഞാനിടയ്ക്ക് ചില കുസൃത്തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും എന്നോട് ദേഷ്യപ്പെടും, എന്നാലും ഉള്ളിൽ എന്നോട് ഒരുപാട് സ്നേഹമൊക്കെയാ. വല്യപ്പച്ചൻ പറയണത് പപ്പയുടെ ജീവിതത്തിൽ എന്റെ അടുത്ത് മാത്രം ഇങ്ങനെ തോൽവി സംഭവിച്ചിട്ടുള്ളൂ എന്നാ. ഓ എനിക്കും കാണാം അലീന ചേച്ചിയുടെ പപ്പനെ. ഒരു ദിവസം അങ്കിളിനെ ആന്റിയും കൂട്ടി നീ ഇങ്ങോട്ട് വാടി. അല്ല ഞാൻ വരുന്ന അവർക്ക് ഇഷ്ടപ്പെടും അലീന ചേച്ചി. ഞാനില്ലേടി ഇവിടെ. പക്ഷെ പപ്പയുടെ അടുത്ത് നിന്റെ വെളച്ചിലൊന്നും നടക്കില്ല. പപ്പ കണ്ണുരുട്ടി ഒരു നോട്ടം നോക്കിയാൽ മതി, നീ ഓടും. പാലാരി അടുത്ത് പിന്നെ നിന്നിട്ട് നീ തിരിഞ്ഞു നോക്കത്തുള്ളൂ. ഞാനും കണ്ണുരുട്ടാനൊക്കെ പഠിച്ചു. ചേച്ചി എന്താ വിചാരിച്ചിരിക്കുന്നേ? പോയിച്ചാൻ ചിലപ്പം ചില അളിഞ്ഞ തമാശയും കൊണ്ട് വരുമ്പോ ഞാനൊന്ന് കണ്ണുരുട്ടും, പിന്നെ മിണ്ടത്തില്ല. ഇടി ഇതങ്ങനൊന്നും അല്ല, ഒരു സിംഹ. എനിക്കിവിടെ ഒരു ഉഗ്ര സപ്പോർട്ടുണ്ട്, വല്യപ്പച്ചൻ. ആഹാ, വന്നിട്ട് കുറച്ചു ദിവസം ആയായിരുന്നല്ലോ, പോയില്ല എതിരായിട്ടും. അതെ ഞാൻ വന്ന ശേഷം വല്യപ്പച്ചനോട് സ്ഥിരതാമസം ആക്കിയെന്നേ. അല്ലെങ്കിൽ പുനലുള്ള തറവാട്ടിലായിരുന്നു താമസം.
വല്യപ്പച്ചനാളൊരു രസികനാണ്. ഇടയ്ക്കിടയ്ക്ക് അപ്പനും മോനും കൂടെ വഴക്ക് കൂടും. അത് കാണാൻ തന്നെ എന്ത് രസമാണെന്നറിയാവോ? നമുക്ക് ചിരി വരും. അല്ല ചേച്ചി ഇങ്ങനെ അവിടുന്ന് ഇവിടെ ഒന്നും പറയാം. ആദ്യം മുതൽ എല്ലാം വിസ്തമായിട്ട് പറ. അലീനെ താൻ ഇവിടെ വന്നതിന് ശേഷമുള്ള സംഭവങ്ങളും വിസ്തരിക്കാൻ തുടങ്ങി. രേവതിക്കുട്ടി എല്ലാം കേട്ടോണ്ടിരുന്നു. അലീനയും പൗലോസും തമ്മിലുള്ള വഴക്കും, അലീനെ സ്റ്റാൻലിയുടെ മുമ്പിൽ നടത്തിയ സംഭരവും, ഒടുവിൽ പൗലോസിന്റെയും കൂട്ടരുടെയും കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചതും, പൗലോസ് ജോലി ഉപേക്ഷിച്ചു പോയതും, അങ്ങനെ അലീനെ സ്റ്റാൻലിയെ സ്വാധീനിച്ചു എല്ലാം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വിസ്തരിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവില് മനുശങ്കർ അലീനയെ കാണാൻ വന്ന വിവരം കിട്ടും. രേവതിക്കുട്ടി ചോദിച്ചു, ചേച്ചി എന്നോടൊരു സത്യം പറയോ? എന്താ? മനുവേട്ടനോട് ചേച്ചിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഇച്ചിരി സെന്റിമെന്റ്സ് ഒക്കെ ഇല്ലേ? ഇല്ലെന്ന് ആര് പറഞ്ഞു? ഇഷ്ടം ഉണ്ട്, സ്നേഹം, പ്രേമമുണ്ടോ? അപ്പോഴേക്കും മറുവശത്തെ നിശബ്ദത. കള്ളി, എന്റെ അടുത്തുള്ള സത്യം പറഞ്ഞു. എനിക്ക് നിന്റെ അടുത്തൊന്നും മറച്ചു വെക്കാനില്ല. ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഭയങ്കരി, എന്നിട്ട് ഇത്ര നാളും ആരോടും പറയാതെ ഒളിപ്പിച്ചു വെക്കുമായിരുന്നല്ലേ? അപ്പോഴേക്കും അങ്ങ് തലയ്ക്കുന്ന ചെറിയൊരു കരച്ചിൽ കേട്ടു. അലീന ചേച്ചി കരയുവാണോ? രേവതിക്കുട്ടിക്ക് ആ പാടെ ടെൻഷനായി. താൻ കളിയാക്കിയതുകൊണ്ടാണോ? അയ്യോ, ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞല്ലേ ചേച്ചി. അതല്ല മോളെ, അലീനയ്ക്കാണ് ഭയങ്കര വിഷമമായിരുന്നു. ഈ സ്നേഹം തെറ്റാണോ ശരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. സങ്കടപ്പെടുകയാണോ സന്തോഷിക്കുകയാണോ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി എന്നെ തന്നെ ഒന്ന് തടയാനായിട്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുക ഞാൻ തോറ്റുപോയെന്ന്. അപ്പോഴേക്കും വീണ്ടും കരച്ചിൽ വന്നു. സാരമില്ല, ഞാനില്ലേ അടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏവതി കൂടി ആശ്വസിപ്പിച്ചോണ്ടിരുന്നു. അലീന ചേച്ചി വിഷമിക്കണ്ട കേട്ടോ. മനുവേട്ടനെ പോലെ ഒരാളെ ഇഷ്ടപ്പെട്ടു പോയത് അത്ര തെറ്റൊന്നും അല്ലെന്നേ. സമയമുണ്ടല്ലോ. എന്താ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. എന്തായാലും ഞാൻ ചേച്ചിയുടെ കൂടെയുണ്ട്. എന്റെ അങ്കിളും ആന്റിയും ഉണ്ട്. പിന്നെ കടപ്പാട്ടിലെ അച്ഛനില്ലേ, രോഹിതേണ്ണും ബബിലയും കൃഷ്ണബോളും എല്ലാം കൂടെ നിൽക്കില്ലേ ചേച്ചിയുടെ. പിന്നെ ചേച്ചിയുടെ വല്യപ്പച്ചൻ, ആ കക്ഷിയുടെ പേര് മറന്നല്ലോ, അവധിക്കുടിച്ചാൻ. അവധിക്കുടിച്ചാന്റെ മക്കളൊക്കെ എങ്ങനെയാ? ചേച്ചിയോട് ഇഷ്ടമാണോ? അതോ ആരും ഇങ്ങോട്ട് വന്നിട്ട് പോലും ഇല്ല. ഇഷ്ടമല്ലെന്നാ വല്യപ്പച്ചൻ പറഞ്ഞ്. ഈ വല്യപ്പച്ചൻ ആകെ മൊത്തം എല്ലാം കൂടി എത്ര മക്കളുണ്ട്? പപ്പയെ കൂടാതെ 3 ആണും 2 പെണ്ണും. അവരൊക്കെ എവിടെയാ? പെൺമക്കളെ എല്ലാം കെട്ടിച്ചു വിടുന്ന കേട്ടെ. ആണുമക്കളും കല്യാണം കഴിച്ച് പുനലൂരും പത്തനംതിട്ടയിലൊക്കെ താമസം. ഏറ്റവും ഇളയ മകനാ തറവാട്ടില്. അല്ല, അവരുടെ ഒന്നും പേര് ചേച്ചിക്കറിയില്ലേ? എന്നോട് പറഞ്ഞായിരുന്നു. ഒരാളുടെ പേര് ഔസപ്പച്ചെന്നോ മറ്റോന്നോ. പപ്പയുടെ നേരെ ഇളയതാ. ഇപ്പൊ തറവാട്ടിൽ നിൽക്കുന്ന ആളുടെ പേര് റോബിച്ചനെന്നാ, അതോ ആൽബിച്ചനോ? എനിക്ക് നല്ല തീർച്ചയൊന്നുമില്ല. പപ്പയുടെ അമ്മയുടെ പേര് ഏതൊറക്കത്തിൽ വിളിച്ചു വെച്ചാലും ഞാൻ പറയാം. അതെന്താ പേര്? ചിന്നമ്മ. ഓ, ആ അമ്മച്ചിയുടെ അച്ഛൻ വാർത്തെടുത്താണല്ലോ ചേച്ചിയല്ലേ? ഹലീനയുടെ ഒരു ചിരി ഫോണിൽ കൂടെ കേട്ട് രേവതിക്കുട്ടി. അല്ല, മുമ്പത്തെ കള്ളക്കരച്ചിലൊക്കെ ഇപ്പൊ എവിടെ പോയി? ഒന്ന് പോടി അവിടുന്ന്. ചേച്ചി, ഈ വല്യപ്പച്ചനെ കൂടെ നമുക്കൊന്ന് അന്വേഷിപ്പിച്ചാലോ? മറ്റേ ഷെറിൻ ചേച്ചിയുടെ കാര്യം. ചേച്ചി അതൊക്കെ മറന്നോ? വല്യപ്പച്ചനും പുനലൂരുകാരനല്ലേ? അല്ല, പുനലൂരുകാരൻ എന്ന് വെച്ചാ ഇത്തിരി അടുത്തുള്ള സ്ഥലമാണോ മോളെ? വലിയൊരു നിയോജകം ഉണ്ടല്ലോ അല്ലേ? അവിടെ എവിടെ ചെന്ന് അന്വേഷിക്കാനായി വല്യപ്പച്ചന്. ഏതായാലും നീ അഡ്രസ്സ് തന്നേക്ക്. വല്യപ്പച്ചനോട് ഞാൻ ചോദിച്ചു നോക്കാം. ചോദിച്ചാ പോരാ, അന്വേഷിപ്പിക്കണം. നാളെ ഞാൻ എല്ലാം കുറിച്ചു തരും. ചിന്നുമോളെ നമുക്കൊന്ന് പോയി കാണണ്ടേ? ശരിയാ, ഞാൻ ഇന്ന് ചിന്നുമോളുടെ കാര്യം ഓർത്തു. ചേച്ചി ഇനി എന്നാ എറണാകുളത്തിന് വരുന്നേ? നമുക്കൊന്നിച്ചു പോവാം. അതെ, ഞാൻ എറണാകുളത്തിന് വരണ്ടല്ലോ. ഇവിടെ നിന്ന് കൊട്ടാരക്കര വഴി കൊല്ലത്തേക്ക് വരാൻ എളുപ്പമല്ലേ? നീ എറണാകുളത്ത് നിന്ന് വന്നാൽ മതി. വരും ദിവസം ഞാൻ ഇവിടുന്ന് വരാം. എന്നിട്ട് കൊല്ലത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് വിടാം. എങ്കിൽ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തിട്ട് രേവതിക്കുട്ടി കിടന്നു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുമ്പോൾ രേവതിക്കുട്ടി മാമച്ചന്റെ ഗ്രേസമ്മയുടെ മുന്നിൽ അപേക്ഷ സമർപ്പിച്ചു. കൊല്ലത്ത് പോണം, ചിന്നുമോളെ കാണണം. എടി, ഇങ്ങനെ ലോകം മൊത്തം ചുറ്റി നടന്നാ മതിയോ എന്നും? നീ ആരാ? ഉലകം ചുറ്റും വാലിബനോ? മാമച്ചിരിച്ച ഗൗരവത്തിലാണ് ചോദിക്കുന്നത്. അങ്കിളെ പ്ലീസ്, അലിയന് ചേച്ചിയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതെപ്പോഴാ പറഞ്ഞേ? ഇന്നലെ രാത്രിയല്ലോ. ഓ, അപ്പൊ എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ടാണ് എന്നോട് ചോദ്യം. പിന്നല്ലാതെ, ഇന്നലെ രാത്രി വേറെന്തായിരുന്നു പണി? അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷം പറഞ്ഞു കിടന്നപ്പോ പാതിര കഴിഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പത്തിന് മാമച്ചൻ പറഞ്ഞു, കാണിച്ചു തരാൻ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അതെ, വേറൊരു കാര്യമുണ്ട്. അലിയൻ ചേച്ചിയുടെ വല്യപ്പച്ചനെ കൊണ്ട് ഷെറിൻ ചേച്ചിയുടെ വീട്ടുകാരെ പറ്റി അന്വേഷിക്കാൻ ഞാനൊരു ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓഹോ, അവിടേക്ക് അവിടെ എങ്ങനെയുണ്ട്? കൊടുത്തപ്പോഴാ? അങ്ങനെയല്ലേ സ്ഥലപ്പേര്? രേവതിക്കുട്ടി അവിടെ ഇരുന്ന് അലീനയെ കുറിച്ച് താനറിഞ്ഞ വിവരങ്ങളെല്ലാം പറഞ്ഞു കേൾപ്പിക്കണം. അവളല്ലേലും ആളും മിടിക്കുക. എവിടെ ചെന്നാലും അവിടെ ഉള്ളവരെയൊക്കെ കയ്യിലെടുക്കാൻ അറിയാം. മാമച്ചൻ കുറച്ചൊരു വിസ്മയത്തോട് വിട്ടാണ് പറഞ്ഞത്. പിന്നെ എന്റെ അലീന ചേച്ചിയെ പറ്റി എന്താ കരുതിയത്? ചേച്ചി എവിടെ ചെന്നാലും ചേച്ചിക്കറിയാം എങ്ങനെ നിക്കണം എന്നൊക്കെ. അതെ, അത്രയ്ക്ക് അങ്ങോട്ട് പൊക്കട്ടോട്ടോ. ഏതായാലും ഒരു മനുഷ്യശ്രീയൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബോബി കളിയാക്കുകയും ചെയ്തു.
അതെ ബോബിച്ചാനൊന്നും അറിയാതെ വെറുതെ പറയല്ലേന്ന് പറഞ്ഞു. ബോബി നീ അവളെ എന്ത് വേണം പറഞ്ഞു, പക്ഷെ അവളുടെ അലീന ചേച്ചിയെ കുറ്റം പറഞ്ഞാണ്ടല്ലോ അവൾക്ക് സഹിക്കത്തില്ല, അതുകൊണ്ട് ആ വിഷയം തന്നെ വിട്ടേക്കാൻ ഗ്രേസം പറഞ്ഞു. അതെ ഷെരിൻ ചേച്ചിയുടെ പുനലൂരിലുള്ള വീട്ടുകാരുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്താ അലീന ചേച്ചി വല്യപ്പച്ചനെ കൊണ്ട് അന്വേഷിപ്പിച്ചോളൂ. രേവതിക്കുട്ടി പറഞ്ഞു. അയാളുടെ പേരെന്താന്ന് പറഞ്ഞേ? മാമച്ചൻ തിരികെ അവധിക്കുട്ടിച്ചാൻ. അവധിക്കുട്ടിച്ചാൻ. പെട്ടെന്ന് മാമച്ചൻ നെറ്റി വിളിച്ചു. വീട്ടുപേരെന്താന്നറിയോ? അയ്യോ അത് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. വേറെ ആരുടെയെങ്കിലും പേരറിയാവോ? ഒരു ഔസേപ്പച്ചൻ, പിന്നെ റോബിച്ചനെന്നോ മറ്റൊക്കെ പറയുന്ന കേട്ടു. വല്യപ്പച്ചന്റെ ഭാര്യയുടെ പേരെന്താന്ന് എനിക്കറിയാം. ചിന്നമ്മ. ചിന്നമ്മ ഗ്രേസമ്മ ആചാര്യപ്പെട്ടു. എന്താ ആന്റി, നീ ഉടനെ അലീനെ വിളിച്ചു ചോദിക്കുക കൊട്ടാരമരത്തിൽ എന്നാണോ അവളുടെ വീട്ടുപേരെന്ന്. മാമച്ചന് ശരിക്കും ടെൻഷനായി. കാരണം ഇപ്പൊ ഈ പറഞ്ഞു വന്നത് ഈ ഷെറിന്റെ വീട്ടുപേരാണോ എന്നൊരു സംശയം വീട്ടുകാരുടെയാണ്. അവിടെയാണോ അലീന ഇപ്പൊ നിക്കണേ? അതായത് അലീനയുടെ കസിൻസ് ഒക്കെയാണോ ഈ പറയുന്ന ആൾക്കാരൊക്കെ? ഈ ഷെറിന് എന്നൊക്കെ ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ തനിക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുമെന്ന് മനസ്സിലായി. അവർക്ക് ഇത്രയും നാളും അറിയണ്ടായിരുന്നില്ല ഈ പറയുന്ന അലീന എവിടേക്കാ പോയിട്ടുണ്ടായിരുന്നേ. സ്റ്റാൻലി ആരാ എന്താ? അവധിക്കുടിച്ചാന്റെ മകനാണ്. ഈ പറയുന്ന അവധിക്കുടിച്ചാന്റെ പെങ്ങളാണ് ഷെറിൻ എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർക്കൊന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ പതുക്കെ പതുക്കെ ആ സത്യങ്ങളൊക്കെ പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങുകയാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി കഥയായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.